നിന്റെ വണ്ടി നമ്പർ എത്രയായിരുന്നു? KL 7A 7221. KL 7A 21. എവിടെ വെച്ചാ? കടവന്തറ. ബൈക്ക് മാത്രമല്ല സർ, മൊബൈലും പോയി. മൊബൈലും പോയോ? മോർണിംഗ് സർ. എന്തുവാടാ പുതിയ കേസ്? ഇയാളുടെ ബൈക്ക് ആരും എടുത്തോണ്ട് പോയത്. മോഷണമാണോടാ? എടാ മോഷണമാണോന്ന്? അതെ. ഏതാ വണ്ടി? KB 100. ആ മറ്റു വണ്ടിയൊക്കെ ആരുടെ എടുത്തോണ്ട് പോകാനാടാ? ഏതും ആ വണ്ടി എടുത്തോണ്ട് പോയെന്നറിയാനാ സാറേ ഇങ്ങോട്ട് വന്നത്. അപ്പൊ കാക്കിയിട്ട് ഇതിനകത്ത് കയറി സാറിന് തെറി പറയാം അല്ലേ? നിന്റെ വീട്ടിൽ ഇനിയും മോഷണം നടക്കും. പരാതി ആട്ടിപ്പിടിച്ചോട്ട് ഇനിയും ഇങ്ങോട്ട് വരാനുള്ളത്. അതുകൊണ്ട് എന്നെ കുറച്ചേറെ ഇവിടെ ഇവന്റെ നാക്കിറങ്ങുമ്പോഴേ ഇറക്കി വിട്ടായിരുന്നു. ഹലോ, ചേട്ടാ ഇതാര്? ഹലോ. എടാ അനിലെ, നീ എന്നെ ഒന്ന് വിളിക്കുന്നത് പോലെ ഇല്ലല്ലോടാ. അമല എന്തിയ മോനെ? അവക്ക് സുഖമല്ലേ? മോൻ അവളുമായിട്ട് ഇങ്ങ് വരുവോ? അമ്മയോട് മോൻ ക്ഷമിക്ക്. ഇനി അമ്മ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. മോൻ വരുവോ? വിളിക്കാം. അമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് വയ്യടാ. അമ്മ അങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണക്കാ, തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ. അനിലിന്റെ നാടെവിടെയാ? കൊട്ടാരക്കര. ഡാർവിന്റെ ഒരു അപ്പാപ്പനുണ്ട്, പോക്കറ്റടി പീറ്റർ. അയാളുടെ രീതിയാണിത്, എതിരാളികളെ മോഷണം ചെയ്ത് പീഡിപ്പിക്കുന്നത്. കാരണവന്മാരത് നേരിട്ട് ചെയ്തു, ഡാർവിൻ അത് ആൾക്കാരെ വിട്ട് ചെയ്യിക്കുന്നു. ഒരു കണക്കിന് അയാൾ ഇങ്ങനെ പകവട്ടുന്ന ഒരു ഭാഗ്യമാണ്. ജീവനോടെ ഉണ്ടല്ലോ. അനില് ഒരു കാര്യം ചെയ്യും, തിരിച്ച് നാട്ടിലേക്ക് വെക്കോ, അതാ നല്ലത്. ഡാർവിന്റെ ബന്ധുവാ SA ജാക്സൺ. ഹാഷിറെ, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി. ഇവിടെ നീ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ട. SA ജാക്സൺ മാത്രമല്ല, വേറെ പോലീസുകാരല്ലേ ഇവിടെ. നമുക്ക് ആ കമ്മീഷൻ കണ്ട് നേരിട്ട് പരാതി കൊടുക്കടാ. ഡാ, നിനക്കെന്നാ വട്ടുണ്ടോ? ആ ഡാർവിനെ പണിക്കിട്ട് നമുക്കിവിടെ കുടുംബമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നു എനിക്ക്. എടാ, നിനക്കാണ് വന്നിരുന്നെങ്കിലോ? അപ്പോഴും പറയൂ എങ്ങനെ തന്നെ. എന്നാ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് അനുഭവിക്കാം, അതാ നല്ലത്. ഹാഷിറെ, വണ്ടി നിർത്ത. എന്താടാ? വണ്ടി നിർത്താൻ. ഡേയ്,
ഇവിടുന്ന് അങ്ങോട്ട് എന്ത് പ്രശ്നം സംഭവിച്ചാലും അതെന്റെ മാത്രം പ്രശ്നങ്ങളാ. നിങ്ങൾ ആരും അതിൽ ഇടപെടണ്ട. എടേ അവൻ ഇല്ല, ബോധമില്ലാതെ ആശാ. എന്തെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചു പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഞാൻ സമ്മതിക്കില്ല. ഡേ വന്ന് വണ്ടി കടറേ. ശരിയാത്തില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. നിങ്ങൾ ആരും എൻ്റെ പുറകെ വരരുത്. വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. എടേ എവിടെയെങ്കിലും ഒരിടത്ത് ബോധത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. SI ജാക്സൺ പറഞ്ഞതുപോലെ സംഭവിച്ചു. അനിലിന്റെ വീട്ടിൽ വീണ്ടും മോഷണം നടന്നു. ഉള്ളിലെവിടെയോ സൂക്ഷിച്ചിരുന്ന ഒരല്പം ഭയം അന്ന് ആ മോഷണത്തോടെ അവന് നഷ്ടമായി. മുന്നിൽ തെളിഞ്ഞത് ഒരു വഴി മാത്രം. ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഗുരുവായൂരപ്പ. അയ്യപ്പണ്ണ, മോഷണം ഇനിയും നടക്കും. ഡാർവിനോട് നേരിട്ട് മുട്ടാൻ നിന്നെ കൊണ്ട് പറ്റിയല്ലേ എടുക്ക. അയ്യപ്പണ അതുകൊണ്ടല്ല അയ്യപ്പണൻ തേടി ഇങ്ങോട്ട് വന്നത്. ഓ അത് ശരിയാണല്ലോ. നമുക്ക് അവര് തലയൊക്കെ എടുത്താലോ? തല അതൊന്നും വേണ്ട. എന്നാ പിന്നെ കാല് രണ്ടും വെട്ടിക്കളഞ്ഞേക്കാം. അതും വേണ്ട. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അയാളുടെ ഉറക്കം പോണം. അയാളെ എനിക്ക് മാനസികമായിട്ട് പീഡിപ്പിക്കണം. സംതിങ് ഡിഫറെന്റ്. ഉറക്കം പോണം, മാനസികമായിട്ട് പീഡിപ്പിക്കണം. അതെ, അത് നടക്കത്തില്ല. അയ്യപ്പണ വിചാരിച്ച നടക്കും. അത് നടക്കും. എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യാം. അതൊന്നും അയാളുടെ എടുക്ക. എന്ത് തരും? ഓനെന്ത് തരാനാ? ഓൻ്റെ അടുത്തുള്ള ഒന്നായിട്ട് മറ്റോ കൊണ്ടുപോയില്ലേ? ഓ അത് ശരിയാണല്ലോ. മാനസികമായിട്ട് പീഡിപ്പിക്കാം, ഉറക്കവും കളയാം, പിന്നെ നീ അങ്ങോട്ടെല്ലാം പോയിക്കോണം. അല്ല ഇറക്ക, എവിടെ പോലും ജീവിക്കണ്ടേ? ജീവിക്കാൻ കാശ് വേണ്ടേ? ഡാർവിൻ്റെ ഞാനൊരു 10 ലക്ഷം രൂപ അങ്ങ് വാങ്ങിച്ചു തരാം. അതിനൊരു 5 അല്ല 1 ലക്ഷം രൂപ എനിക്ക് ഒരു വിരോധമുണ്ടോ? ഇല്ല, പക്ഷെ 10 ലക്ഷം രൂപയൊക്കെ ഡാർവിൻ്റെ എങ്ങനെ വാങ്ങിച്ചെടുക്കും? അതാണ് അയ്യപ്പൻ സ്പെഷ്യൽ. കിഡ്നാപ്പിംഗ്. ഡാർവിന്റെ മകൾ സ്റ്റെഫി, അവളെ നമ്മൾ പുട്ടുപോലെ കിഡ്നാപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡാർവിനെ വിളിക്കുന്നു, 10 ലക്ഷം രൂപ ചോദിക്കുന്നു. ഡാർവിന്റെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്താൽ ഉറപ്പായിട്ടും അവന്റെ മനസ്സമാനം പോകും. പിന്നെ അവന് ഉറങ്ങാനും പറ്റിയല്ല, നമുക്ക് കാശും കിട്ടും. ഓക്കെ അല്ലേ? ആ കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ അല്ലേ?